بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്ത് മറിയം 41 മുതൽ 45 വരെ ഉള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായി പറഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വദ്കുർ ഫിൽ കിതാബ്, വദ്കുർ ഈ പദത്തിലെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും, ഇതാണ് ദാലിൻ്റെ മഖ്റജ്. ളഹ്റു ത്വറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ. വദ് ദാലിൻ്റെ ഉച്ചാരണത്തിൽ റഖാവ വേണം, അഥവാ അയവ് വരുത്തി ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വദ്കുർ റാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, തഫ്ഖീം ചെയ്യണം. റാഇനെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. റാഇനും അല്പം റഖാവ അഥവാ തവസ്സുത്ത് എന്ന സിഫത്ത് ഉള്ള അക്ഷരമാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം. ഈ പദത്തിൽ ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഇബ്രാഹീം, റാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇബ്രാഹീം. ഇന്നഹു, ഇതിൽ നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. ദ്വമീറിന് മദ്ദുസ്സിലത്തി സുഗ്റ നൽകി ദീർഘം നൽകുക, 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. കാനയിലെ അലിഫിൻ്റെ ഉച്ചാരണം അഥവാ കാഫും തന്നെ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർക്കീഖാണ്. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിനും തർക്കീഖ്. നേരത്തെ ഇബ്രാഹീം എന്ന് പറഞ്ഞ അലിഫിൻ്റെ പൂർണ്ണമായും വ്യത്യസ്തമായ ശബ്ദമാണ് ഇവിടെ. കാന സിദ്ദീഖൻ, സ്വാദിന് കസ്റുള്ളത് കൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. സിദ്ദീഖൻ നബിയ്യ. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, പൂർണ്ണമായ തഫ്ഖീം. ഖാഫിൻ്റെ തൻവീനിനെ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. സിദ്ദീഖൻ നബിയ്യ. നൂനിന് മണിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് നൽകുക. ഇദ് ഖാല, ദാലിൻ്റെ ഉച്ചാരണം നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞതാണ്. ഇദ് ഖാല, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇദ് ഖാല ലിഅബീഹി, ലിഅബീഹി യാ അബതി, യാ അബതി. ഇതിൽ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഖസ്ർ ചെയ്യുകയുമാവാം, അഥവാ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം തബീഇയ ദീർഘം നൽകി മതിയാക്കാം. അപ്പോൾ യാ അബതി എന്ന് ഓതാവുന്നതുമാണ്. എന്നാൽ ഒറ്റ പദമായിട്ടാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇതിലെ ദീർഘം മുൻഫസിലിൻ്റെ ഹുക്മാണ്. 2ഉം വേർപിരിഞ്ഞ പദങ്ങളായിട്ടാണ് അസ്ലിൽ ഉള്ളത് എന്നതുകൊണ്ട് യാ അബതി ഇതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാകുന്നു. ലിമ തഅബുദു, തഅബുദു ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് വരുന്നത്. തവസ്സുത്ത് അതിൻ്റെ സിഫത്താണ്. വ്യക്തമായി ഐൻ ഉച്ചരിക്കുക. തഅബുദു മാ ലാ യസ്മഉ, മാ ലാ യസ്മഉ വലാ യുബ്സിറു. യസ്മഉ, യുബ്സിറു, സീന്, സ്വാദ് തുടങ്ങിയ അക്ഷരങ്ങൾ. ഇവയുടെ ഒരു സിഫത്താണ് സഫീർ എന്നത്. സഫീർ എന്നാൽ
എന്ന് പറയുമ്പോഴുള്ള ആ ശബ്ദമാണ്. ചൂളം വിളി എന്നാണ് ഭാഷാർത്ഥമെങ്കിലും സഫീർ ഇല്ലാതെ സീനോ സ്വാദോ ഉച്ചരിക്കുമ്പോൾ അത് ശരിയാവുകയില്ല, ശരിയായ ഉച്ചാരണമാവുകയില്ല. 3 അക്ഷരങ്ങളാണ് സഫീറിൻ്റേത്. സീന്, സ്വാദ്, സ, ഈ 3 അക്ഷരങ്ങൾ. ഇവിടെ മാ ലാ യസ്മഉ എന്നുള്ള അസ് എന്ന ശബ്ദം വ്യക്തമായി കേൾക്കണം എന്നർത്ഥം. മാ ലാ യസ്മഉ വലാ യുബ്സിറു. ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. സ്വാദ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കസ്ർ വന്നതിനാൽ കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. വലാ യുബ്സിറു, റായിനും തഫ്ഖീം. വലാ യുബ്സിറു വലാ യുഗ്നി, യുഗ്നി ഗൈനിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അൻക, ഈ പദത്തിൽ സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശേഷം കാഫ് ഇഖ്ഫാൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. അൻക ശൈഅ, ഇവിടെ മണിക്കുമ്പോൾ തർക്കീഖാണ് ഉള്ളത് എന്നത് ശ്രദ്ധിക്കുക. കാരണം കാഫ് തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. അൻ എന്ന് തടിപ്പിച്ച് പറയരുത്. അൻക ശൈഅ. വീണ്ടും യാ അബതി, ഇത് അടുത്ത വചനങ്ങളിലും ആവർത്തിക്കുന്നു. ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം സൂചിപ്പിച്ച പോലെ മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ദീർഘം 2 ഹറക്കത്തിൻ്റെ അളവിൽ തബീഇയായത് മാത്രം മതിയാക്കുകയുമാവാം. അപ്പോൾ യാ അബതി എന്ന് ഓതാവുന്നതുമാണ്. അങ്ങനെയാകുമ്പോൾ എല്ലാ മുൻഫസിലുകളെയും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലാ മുൻഫസിലും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ എല്ലാ മുൻഫസിലും ദീർഘിപ്പിക്കുകയോ വേണം. വല്ലഫ്ളു ഫീ നദീരിഹി കമിസ്ലിഹി എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ പറയുകയുണ്ടായി. ഒരു ലഫ്ള് അതിൻ്റെ തുല്യമായതിലും അതേപോലെ ഹുക്മ നൽകപ്പെടുന്നതാണ്. ആ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ എല്ലാ മുൻഫസിലും ദീർഘം നൽകി ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കുകയോ 2 രീതിയും സ്വീകരിക്കാം. ഇന്നി, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖദ് ജാഅനി, ഖാഫിന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ജാഅനി, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നേരത്തെ മുൻഫസിൽ പറഞ്ഞു, അതിൻ്റെ വിപരീതമായ മുത്തസിൽ അഥവാ ചേർന്ന് വന്നത് എന്നർത്ഥം. ഒറ്റ പദത്തിൽ ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ചേർന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകേണ്ടതാണ്. മുത്തസിലായ ദീർഘത്തെ ഒഴിവാക്കുന്ന ഒരു ഖാരിഇനെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. ഖദ് ജാഅനി മിനൽ ഇൽം, മിനൽ ഇൽമി മാ ലം യഅതിക, മാ ലം യഅതിക ഫത്തബിഅനി, മാ ലം യഅതിക. ഇവിടെ സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മാ ലം യഅതിക, യഅതിക ഹംസ യഅതിക എന്ന് ലൂസായി പോകരുത്, മറിച്ച് ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ് ഹംസ. യഅതിക എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫത്തബിഅനി,
ഫത്തബിഅ്നി അഹ്ദിക. ഇതിലുള്ള യാഇൻ്റെ ദീർഘമദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അഹ്ദിക, അഹ്ദിക, ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അത് അഹ്ദിക എന്ന ഹാ പോലെ ആയിപ്പോരുത്, മറ്റ് അക്ഷരം പോലെ ഒന്നും ആവരുത്. വ്യക്തമായി ഹാ തന്നെ ഉച്ചരിക്കണം. തൊണ്ടയുടെ അങ്ങേ അറ്റം എന്നതാണ് ഹാഇൻ്റെ മഖ്റജ്. അഖ്സൽ ഹൽഖ. അഹ്ദിക സിറാത്തൻ സവിയ്യ. സി എന്ന് പറയുമ്പോൾ സ്വാദിന് കസ്റുള്ളത് കൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. റാഇനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം. ശേഷം താ ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അതിനും പൂർണ്ണമായ തഫ്ഖീം. സിറാത്തൻ സവിയ്യ, സിറാത്തൻ. ഇതിലുള്ള തൻവീനിൻ്റെ ഉച്ചാരണം ഇഖ്ഫ ഹഖീഖി എന്ന വിധി അനുസരിച്ചാണ്, നിയമമനുസരിച്ച് അവിടെ മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. ശേഷം സീന് ഇഖ്ഫാൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് എന്നതുകൊണ്ട് സിറാത്തൻ സവിയ്യ തൻവീനിൻ്റെ ഉച്ചാരണത്തിൽ അഥവാ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. താഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം എന്ന് നാം പറഞ്ഞു. താഇൻ്റെ ഫത്ഹ് പൂർണ്ണമായ തഫ്ഖീമോടെ മഫ്തൂഹായ താ ഉച്ചരിച്ച് ഉടനെ തൻവീനിൻ്റെ ശബ്ദം തർക്കീഖോടുകൂടിയുള്ളതാക്കി മാറ്റണം. സിറാത്തൻ സവിയ്യ. വീണ്ടും യാ അബതി, മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കുക. ലാ തഅ്ബുദി ശൈത്താൻ. ലാ തഅ്ബുദ്, ആയിന് നേരത്തെ സൂചിപ്പിച്ചു, വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ലാ തഅ്ബുദ് എന്ന ദാലിൻ്റെ സുക്കൂൻ ഇൽത്തിഖാഉ സാക്കിനൈൻ്റെ പരിഹാരമായി കസ്ർ നൽകിയിരിക്കുകയാണ്. ലാ തഅ്ബുദി ശൈത്താൻ. അഷ് എന്ന് പറയുമ്പോൾ ഷീനിൻ്റെ തഫഷി എന്ന അതിൻ്റെ സിഫത്ത് വ്യക്തമാവണം. തഫഷി എന്നാൽ വ്യാപനം, പരപ്പ്, പരക്കുക എന്നൊക്കെ അർത്ഥമാണ്. അഷ് അഷ് എന്ന് പറയുമ്പോൾ വായിൽ ഉണ്ടാകുന്ന കാറ്റിൻ്റെ പരപ്പ്, ശബ്ദം ആ രീതിയിൽ ഉച്ചരിക്കപ്പെടുന്നു എന്നതാണ്. ഷീൻ വ്യക്തമായി ഉച്ചരിക്കണം, തഫഷിയോടുകൂടി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അശ്ശൈത്വാൻ, താഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും പൂർണ്ണമായ തഫ്ഖീമാണ്. ലാ തഅ്ബുദി ശൈത്താൻ ഇന്നശ്ശൈത്താന. ഇന്ന നൂൻ മുശദ്ദദയെ മണിക്കുക. വീണ്ടും ആവർത്തിച്ച പദമാണ് ശൈത്താൻ, നേരത്തെ സൂചിപ്പിച്ചു. അതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിക്കുക. താഇനും അലിഫിനും തഫ്ഖീം. കാന ലിർറഹ്മാനി അസിയ്യ. കാന ഇസ്തിഫാലിൻ്റെ ഹർഫാണ് കാഫ്, അതിൻ്റെ ദീർഘാക്ഷരവും തർക്കീഖോട് കൂടി ഉച്ചരിക്കുക. ലിർറഹ്മാനി, റാഇന് പൂർണ്ണമായ തഫ്ഖീം. ലിർറ എന്ന് പറയുമ്പോൾ ഒറ്റ ശബ്ദുള്ള റാ ഉച്ചരിക്കണം. ലിർ എന്ന് വിറപ്പിച്ചുകൊണ്ട് പറയരുത്, ശ്രദ്ധിക്കുക. വഅഖ്ഫി തക്രീറൻ ഇദാ തുശദ്ദദു എന്നാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ് പറയുന്നത്. ശബ്ദ നൽകപ്പെടുമ്പോൾ റാഇൻ്റെ തക്രീറിനെ നീ ഗോപ്യമാക്കണം. അഥവാ റാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ തലപ്പിലുണ്ടാകുന്ന ഇൽത്തിറാബ് അഥവാ വിറയലാണ് തക്രീർ എന്ന അതിൻ്റെ സിഫത്ത്. അത് അതിൽ സ്ഥിരപ്പെട്ട സിഫത്താണ്. പക്ഷേ ശബ്ദ നൽകി ഉച്ചരിക്കുമ്പോൾ അത് കൂടുതലായി ഒന്നിലധികം റാ ഉച്ചരിക്കപ്പെടുന്ന അവസ്ഥ വരരുത്, അത് സൂക്ഷിക്കേണ്ടതാണ്. ലിർറഹ്മാനി ഒറ്റ റാ ഉച്ചരിക്കുക. ലിർറഹ്മാനി തഫ്ഖീമോട് കൂടി റാ, ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അസിയ്യ സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട് ആയിന് തവസ്സുത്തിൻ്റെ അക്ഷരം വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ആസിയ്യ ആസിയ്യ.
യാ അബതി അലിഫിന് മദ് മുൻഫസിൽ ജായിസ് കൊടുക്കുക. ഇന്നി നൂൻ മുഷദ്ദദ മണിക്കുക. അതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഖാഫു ഖാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അയ്യമസ്സക സക്കിനത്തായ നൂൻ ശേഷം യാ. ഇവിടെ ഇദ്ഗാം ബിഗുന്ന എന്ന വിധി അനുസരിച്ച് നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസാണ്, പൂർണ്ണമായ ലയനമല്ല, ഭാഗികമായ ലയിപ്പിക്കൽ. അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. അദാബുൻ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഷദ്ദുള്ള മീം ഉച്ചരിക്കുക. അദാബും മിനർ റഹ്മാനി. നേരത്തെ സൂചിപ്പിച്ച പോലെ റാഇന് തഫ്ഖീമോട് കൂടി ഉച്ചരിക്കുക. മിനർ റഹ്മാനി ഫതകൂന. ഫതകൂന അവിടെ ഫതകൂന എന്ന് പറയേണ്ട, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് എല്ലാം, തർക്കീഖാണ് വേണ്ടത്. ഫതകൂന ലിശ്ശൈത്വാനി. ത്വാഇനും അലിഫിനും തഫ്ഖീമാണ്. വലിയ فتكون للشيطان وليا. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر. لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا.